റിയൽമിയുടെ റിയൽമി 8s 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഒരു ഫോണിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 8s 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി 8s 5Gയിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഏകദേശം 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്നാലും തരക്കേടില്ലാത്ത ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് അമോലെഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമിയുടെ തന്നെ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 5G ഫോണാണ്. 5G ഫോണുകളുടെ കാര്യത്തിൽ ചില കോംപ്രമൈസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിയൽമിയുടെ തന്നെ റിയൽമി നാർസോ 30 Pro 5G എന്ന ഫോൺ വരുന്നുണ്ട്. അതും ഒരു 5G ഫോണാണ്. ആ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലൊരു ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ഒരു ഫോണിൽ എക്സ്ട്രാ ആയിട്ട് ഒരു ഫീച്ചർ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ ആ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിയൽമിയുടെ തന്നെ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 5G ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമിക്ക് അവരുടെ ഈ ഒരു 8s 5G എന്ന ഫോണിലും 120 Hz റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറൊക്കെ കൊടുക്കായിരുന്നു. പ്രത്യേകിച്ച് ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമി നാർസോ 30 Pro 5G എന്ന ഫോണിൽ 120 Hz റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു ഫോണിൽ 5G ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ വലിയ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 191 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് 8.8 mm ആണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിൽ വരുന്ന ക്യാമറ മോഡ്യൂളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഫൈനൈറ്റ് സ്റ്റാർ ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈനാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സ് ബ്ലൂ അതുപോലെ തന്നെ യൂണിവേഴ്സ് പർപ്പിളും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ dimensity 810 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇത് പുതിയൊരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ആദ്യത്തെ ഫോണാണ് റിയൽമി 8s 5G എന്ന ഫോൺ. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു പ്രോസസ്സർ 6nm പ്രോസസ്സറാണ്. ഇതിൽ 2.4 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A76ൻ്റെ 2 കോറുകളും അതുപോലെ 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55ൻ്റെ 6 കോറുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ മാലി G57 എന്ന GPU ഒക്കെ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ N1, N28, N41, N77, N78 എന്നിങ്ങനെ 5 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു 5 5G ബാൻഡ്സ് എന്ന് പറയുന്നതിൽ ചില ബാൻഡ്സ് SA മാത്രമേ വരുന്നുള്ളൂ, ചില ബാൻഡ്സ് NSA മാത്രമേ വരുന്നുള്ളൂ. എന്തായാലും റിയൽമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6GB റാമാണ് വരുന്നത്. അതുപോലെ 8GB റാമുമായിട്ട് വരുന്ന ഒരു വെർഷനും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വെർഷൻസിലും 128GB ഇൻറ്റേർണൽ കൊടുത്തിട്ടുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡൈനാമിക് റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5GB റാം വരെ നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ 1TB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള റിയൽമി 2.0 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ലെൻസും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല. 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്. ഇനിയിപ്പോൾ അത് 5G ഫോൺ ആയാൽ പോലും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽമി നാർസോ 30 Pro 5G എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന 5G ഫോണായിട്ട് കൂടി ആ ഒരു ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ അവർക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ കൊടുക്കായിരുന്നു. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.1 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്.
ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ 6GB റാം വെർഷന്റെ വില വരുന്നത് 17,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷന്റെ വില വരുന്നത് 19,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ realme.com വഴിയുമാണ് ഈ ഫോണിന്റെ സെയിൽ നടക്കുന്നത്. സെപ്റ്റംബർ 13 ഈ ഫോണിന്റെ ആദ്യത്തെ സെയില്. പിന്നെ HDFCയുടെ അതല്ലാന്നുണ്ടെങ്കിൽ ICICIയുടെ കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1500 രൂപയുടെ ഓഫ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിന്റെ സ്മാർട്ട് അപ്ഗ്രേഡ് പ്രോഗ്രാം വഴി വരുന്ന ഒരു ഫോണാണ്. അതായത് ആദ്യം നമ്മൾ 70% പൈസ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് റിയൽമിയുടെ പുതിയൊരു ഫോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കി 30% പിന്നീട് കൊടുത്താൽ മതി. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 8S 5G എന്ന ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ മികച്ചൊരു ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 5G ഫോൺ എന്ന രീതിയിൽ ഈ ഒരു ഫോണിലും ചില കോംപ്രമൈസും കാര്യങ്ങളൊക്കെ മറ്റ് ഫീച്ചേഴ്സുകളിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.